ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ നമ്മൾ കുളിസോപ്പൊക്കെ ബാക്കി വരുന്ന സോപ്പ് ഉണ്ടാവുമല്ലോ. ബാക്കി വരുന്ന സോപ്പ് ചെറിയ കുഞ്ഞു പീസല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മിക്ക ആളുകളും ഇത് ഒഴിവാക്കലാണ് പതിവ്. അപ്പം ചില ആളുകളൊക്കെ നമ്മൾ അലക്കുന്ന സമയത്ത് ആ ഒരു മെഷീനിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിനിയിപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് പീസസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അതേപോലെ കുഞ്ഞു പീസാക്കി എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ എല്ലാ ബാക്കി വന്ന എല്ലാ സോപ്പും ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഈ ഒരു വെള്ളം. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് ഈ ഒരു സോപ്പെല്ലാം ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം കൂടെ അലിഞ്ഞു വരും. അതിനാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏത് സോപ്പും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇന്ന സോപ്പ് എന്നൊന്നുമില്ല. കുളിസോപ്പ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുളിസോപ്പിൻ്റെ 2-3 സോപ്പാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് തന്നെയല്ല, 2-3 സോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു പതയുണ്ടാവും, അതേപോലെ തന്നെ ഒന്ന് തിക്കായി കിട്ടും. ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ. ആ ഒരു പത ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഈ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അടിച്ചെടുക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ അലിയാത്ത സോപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് അലിഞ്ഞ് കിട്ടാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതാ കുറേയേറെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറേയേറെ നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുമുണ്ട് കേട്ടോ. അതേപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പതയുണ്ട് കേട്ടോ അത്. ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിക്വിഡ്. ഇനി നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം. അപ്പോൾ ഈ ഒരു സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാൻഡ് വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇങ്ങനത്തെ പീസസ് സോപ്പ് ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട, ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു 2 ബോട്ടിലേക്കാണ് ഒഴിക്കുന്നത്. ഒന്ന് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ തന്നെയാണ്, ഒന്ന് ഇതേപോലത്തെ സാധാ ബോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹാൻഡ് വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുളി സോപ്പ് ആയത് കാരണം നല്ല സ്മെല്ലും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഒന്നും കൂടെ സ്മെല്ല് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും അത്തറോ അല്ലെങ്കിൽ പെർഫ്യൂമോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് കുറച്ചൊന്ന് ഇറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു സ്മെല്ല് ഈ ഒരു ഹാൻഡ് വാഷിന് ഉണ്ടാവും. ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ഒരു കുളി സോപ്പ് തന്നെ നല്ലൊരു സ്മെല്ലുള്ള സോപ്പ് ആയതുകൊണ്ടിട്ട് ഒന്നും ഞാൻ ഇതിലേക്ക് ഉറ്റിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എസെൻഷ്യൽ ഓയിലോ അതല്ല പെർഫ്യൂമോ അത്തറോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കുളിസോപ്പ് ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല പതയുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും ഒട്ടും കുറവില്ല, നല്ല പതയുണ്ടാവും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്താലും അതേപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഒന്ന് കൈ കഴുകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് അതേപോലെ ഒന്ന് എടുത്തിട്ട് കൈ കഴുകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പതയുണ്ടാവും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു സോപ്പ് വെച്ചിട്ട് ഇത്രയേറെ ലിക്വിഡ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഹാൻഡ് വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് അടയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചടയ്ക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ ടൈറ്റായിരിക്കും, ഈ ഒരു ലോക്ക് വീഴാനൊക്കെ പ്രയാസമായിരിക്കും. ഇവിടെ കണ്ടോ ഡോർ ഇങ്ങനെ ടൈറ്റായി നിൽക്കില്ല, ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ്.
ഈ ഗ്യാപ്പ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആശാരിനെ വിളിപ്പിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇവിടെ ഒരു ഉളി വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ചിപ്ലി കൂന്താന്നൊക്കെ പറയുമല്ലോ, അതേപോലെ നമ്മൾ ചെയ്യിക്കും ഈ ഡോറ് അല്ലേ. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പം ആ ഡോറ് പിന്നെ അവിടെ നല്ല രീതിയിൽ തന്നെ വിടവായി മാറും, അതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമുക്ക് ആശാരിനെ കിട്ടാനും പ്രയാസമായിരിക്കും. ഈ ഒരു കുഞ്ഞു കുഞ്ഞു പണിക്കൊക്കെ ആശാരിനെ കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണിത്. ഒരു മെഴുകുതിരി, ഒരേ ഒരു മെഴുകുതിരി മാത്രം മതി കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട്. ഒരു മെഴുകുതിരി എടുത്തിട്ട് എവിടെയാണോ നമുക്ക് ടൈറ്റ് ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കട്ടോ. ഡോറിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു വാതിൽക്കട്ടിലിൻ്റെ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഡോറ് അടയാതെ ഇങ്ങനെ കിടന്നിട്ട്, അപ്പോൾ കണ്ടില്ലേ ഇവിടെ സ്ക്രാച്ച് വീഴുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു വാതിൽ ഡോർ ഇങ്ങനെ അടയാത്ത ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടിട്ടാണ് ഇതേപോലെ സ്ക്രാച്ചൊക്കെ വീണത്, പെയിൻ്റൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെഴുകുതിരി വെച്ചിട്ട് ഡോറിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു ലോക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മെഴുകുതിരി വെച്ച് ഉരച്ചെടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഡോർ അടച്ചു നോക്കൂ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഡോറ് വിടവൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കട്ടോ. എവിടെയാണോ നമുക്ക് ടൈറ്റ് ഉള്ളത് ആ ഒരു വശത്താട്ടോ അതേപോലെ ഒന്ന് ഉരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡോർമലും അതേപോലെ തന്നെ ഈ ഒരു വാതിൽക്കട്ടിലൊക്കെ ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡോർ അടച്ച് നോക്കാം. ഇപ്പോൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഡോറ് അടഞ്ഞു കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ അടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് അടഞ്ഞു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു ഡോറായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടഞ്ഞു കിട്ടാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു മെഴുകുതിരി ഉരച്ചെടുത്തത് കൊണ്ടിട്ട് നമുക്ക് എത്ര ടൈറ്റ് ആയിട്ടുള്ള ഡോറും നല്ല സ്മൂത്തായിട്ട് അടയ്ക്കാനായിട്ട് പറ്റും കേട്ടോ, ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ കണ്ടില്ലേ, കൈ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അടയാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടേക്ക് ഇങ്ങനെ വരാത്തൊരു ഡോറായിരുന്നു, നല്ല ടൈറ്റുള്ളൊരു ഡോറായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ഗ്യാപ്പ് ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഡോറ് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ എവിടെയാണോ നമുക്ക് ടൈറ്റ് ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് മെഴുകുതിരി ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡോറ് അടഞ്ഞു കിട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ജനലും ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അടയാത്ത ജനൽ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ, അടയാത്ത ജനൽപ്പൊളിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് അടയാത്തത് ടൈറ്റ് ഉള്ളത് ആ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് മെഴുകുതിരി വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡോറായാലും അതേപോലെ ജനലായാലും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റായിട്ടുള്ള ഡോറായാലും നമുക്ക് പെട്ടെന്ന് ഡോറ് അടഞ്ഞിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പം ചെറിയ കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ഐറ്റൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഡോറ് അടയാത്തതിൻ്റെ പേരിൽ ആശാരിനൊന്നും തിരഞ്ഞു പോവേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു 3 പീസ് പേപ്പറാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പേപ്പറിലോട്ടേക്ക് ഞാനിതാ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കർപ്പൂരം കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി, നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ പീസിലേക്ക് ഞാൻ ഓരോ കർപ്പൂരം ഗുളിക രൂപത്തിലുള്ള ഈ ഒരു ഓരോ കർപ്പൂരം ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു കർപ്പൂരവും പൗഡറും കൂടെ ചേരുന്ന സമയത്ത് കേട്ടോ. കർപ്പൂരത്തിൻ്റെ സ്മെല്ല് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെല്ല് തന്നെയാണല്ലോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് തന്നെയായിരുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പിന് നമ്മൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കർപ്പൂരം പൗഡറും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു പേപ്പറിൻ്റെ 4 ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബാഡ് സ്മെല്ലുള്ള എല്ലാ വശത്തും ഈ ഒരു ഓരോ പീസും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെക്കുന്നത് ഷൂവിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലും എല്ലാം ഈ ഒരു ഷൂ അയക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു ഷൂ അയച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ പറയാലോ, ഇതിൻ്റെ ഉള്ളിൽ പ്രാണികളും അതേപോലെ കൂറയും പല്ലിയും പാറ്റിയൊക്കെ വന്ന് കയറിയിരിക്കും. എന്തിനു പറയണം, പാമ്പ് വരെ വന്നിരിക്കും ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലൊക്കെ.
അപ്പോൾ നമുക്കതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഇതിൻ്റെ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടാനും പറ്റും. അതുമാത്രമല്ല ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ജീവികളെല്ലാം നമുക്ക് ഈ ഒരു ഷൂവിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന്ന് ഈ ഒരു 3 പീസ് ഞാനിതിവിടെ ആക്കി വെച്ചെടുത്ത് നിന്നിട്ടും ഒരു പീസ് ഞാനിതാ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പീസ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഹാൻഡ് ബാഗിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയിലൊക്കെ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗ് കുറേ കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. നമ്മൾ ഓരോ ഇങ്ങനെ സാധനം ഇട്ട് വെക്കുന്നതല്ലേ. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗ് നല്ല സ്മെല്ലുള്ളതാവാൻ വേണ്ടിയിട്ടും ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാഗിൻ്റെ ഉൾവശവും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനി അടുത്ത പീസ് ഞാൻ വെക്കുന്നത് അൽമാരിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. ചില സമയത്ത് ഡ്രസ്സിനൊക്കെ ഒരു പൂപ്പൽ സ്മെല്ലുണ്ടായിരിക്കും. അതുമാത്രമല്ല നമ്മൾ എടുക്കാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രം ഇടുന്ന ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ മടക്കി ആ മടക്കിലൊക്കെ ഭയങ്കര ഒരു പൂപ്പൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആ ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും. ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് പ്രാണികളോ പാറ്റയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു അൽമാരി തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കടല പരിപ്പൊക്കെ വാങ്ങിച്ചാൽ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കില്ല, ചില സമയത്തൊക്കെ അല്ലേ പരിപ്പ് കടലൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം അതിൽ പ്രാണികളും അതേപോലെ പാറ്റയൊക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ വറ്റൽമുളക് ഇതേപോലെ ഒന്ന് നടു പൊട്ടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സീഡിൻ്റെ നടു പൊട്ടിച്ചിട്ട് കൊടുത്താൽ ഒരു സ്മെല്ല് നല്ലോണം ഇതിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കാലം കഴിഞ്ഞിട്ട് എടുക്കുന്നതായാലും ഒരിക്കലും അതിൽ പ്രാണിയോ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഇട്ട് വെക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. ടിപ്പിനായിട്ട് ഞാനൊരു മാസ്കിൻ ടേപ്പാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതേപോലെ മാസ്കിൻ ടേപ്പും സെല്ലോ ടേപ്പും ഒക്കെ ഡബിൾ ടേപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനൊരു അത്യാവശ്യം വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ കുറേ പ്രയാസമായിരിക്കും. അറ്റഭാഗം എവിടെ എന്ന് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഇതേപോലെ അങ്ങനെ ഉരച്ച് നോക്കേണ്ടി വരുമല്ലോ അറ്റഭാഗം കണ്ടെത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സേഫ്റ്റി പിന്ന് ഈ ഒരു അറ്റഭാഗത്ത് ഒന്ന് കുത്തി കൊടുക്കട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അറ്റഭാഗം കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പം ഈ ഒരു ടാപ്പ് എടുക്കുന്ന സമയത്തും ഇതേപോലെ ഒരു പിന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ പറ്റും ചെയ്യും. പിന്നെ നമുക്ക് കൂടുതൽ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ മാന്തി സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു പിന്ന് ഇങ്ങനെ വലിക്കുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് ഈ ഒരു അറ്റഭാഗം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്പും നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.